സൂറത്തുന്നൂറിലെ 40-ാമത്തെ വചനത്തെ പോലെയുള്ള 6000-ത്തിലധികം വചനങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന്. ഈ ഒരു വചനമുണ്ടാക്കിയ അതിശക്തമായ കൊടുങ്കാറ്റിനെ തടുക്കുവാൻ കേരളത്തിലെ സിദ്ധവൈഭവമുള്ള ബുദ്ധികൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവർ മുഴുവനും ഒരേപോലെ ശ്രമിച്ചിട്ട് അതിനു മുന്നിൽ പരാജയപ്പെടുകയും വിയർക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര അജയ്യമാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ അതിന് പടച്ചവൻ നൽകിയ വലിയ അവസരമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയ അവസരം, മുസ്ലിം ഉമ്മത്തിന് നൽകിയ അവസരം ഏതെങ്കിലും വ്യക്തികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ ഒന്നുമല്ല. കാരണം മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സ് ഒന്നിച്ചുണ്ടായിരുന്നു. നമ്മളായി ഒന്നും ചെയ്തിട്ടില്ല. സത്യത്തിൽ കഴിഞ്ഞ 30 കൊല്ലക്കാലമായി ഇസ്ലാമിക പ്രബോധന രംഗത്ത് ചെറുതായി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും അതിന് പണച്ചെലവുണ്ടാകും, അതിന് ഊർജം ചെലവാകും, അതിനൊരുപാട് സംഘാടന മികവ് വേണ്ടി വരും, ഒരുപാട് ആളുകളുടെ എഫേർട്ട് വേണ്ടി വരും, ഇതെല്ലാം വേണ്ടി വരും. ഓരോ പരിപാടിക്ക് ഓരോ പണികളുണ്ട്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശം എത്തിക്കുവാൻ, ഖുർആനിന്റെ അജയ്യത ബോധ്യപ്പെടുത്താൻ നമുക്ക് ഒരു ചെലവും ഉണ്ടായില്ല എന്നുള്ളത് കൂടിയാണ് ഇതിന്റെ സവിശേഷത. പൂർണ്ണമായും ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ചെലവിൽ, അങ്ങനെ തന്നെ പറയട്ടെ, പൂർണ്ണമായും ഇസ്ലാമിനെ തമസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുടെ ചെലവിൽ ഏറ്റവും വലിയൊരു ദഅവാ സംരംഭം നടക്കണമെന്നായിരുന്നു അള്ളാഹുവിന്റെ തീരുമാനം. ആ തീരുമാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നാസ്തികത, അതിന്റെ കാപട്യവും അശാസ്ത്രീയതയും വെളിപ്പെടുത്താൻ സാധിച്ചു എന്നതാണ് ഈ സംവാദം ചരിത്രപരമായി പ്രസക്തമാകുന്നതിന്റെ അടിത്തറ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ തൻവീർ പറഞ്ഞു, നാസ്തികർ ശാസ്ത്രത്തിന്റെ മുഖംമൂടിയായിട്ടാണ് പ്രത്യക്ഷപ്പെടുക. ശാസ്ത്രം പ്രചരിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നവരാണ് തങ്ങൾ എന്താണ് അവർ ആണയിടുക. പുതിയ കാലഘട്ടത്തിലെ നവനാസ്തിക കൂട്ടായ്മകൾ അവരുടെ പൊതുപരിപാടികളിലെല്ലാം ചില ശാസ്ത്ര പ്രോഗ്രാമുകൾ വെക്കാറുണ്ട്. അവരുടെ എല്ലാ പരിപാടികളുടെയും വീഡിയോ നിങ്ങൾ കണ്ടാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളുകളിൽ ഒന്നിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള പൗരന്മാർക്കിടയിൽ ശാസ്ത്രാവബോധം, സയന്റിഫിക് ടെമ്പർ, അത് വളർത്താൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്ന അടിത്തറ, ഇത് എഴുതി കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവർ പറയുന്നത് ഈ സയന്റിഫിക് ടെമ്പർ വളർത്താൻ വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. എല്ലാ നിരീശ്വര കൂട്ടായ്മകളുടെയും, യുക്തിവാദി സംഘമാണെങ്കിലും അതല്ലാത്ത ഇംഗ്ലീഷിൽ തലക്കെട്ട് സ്വീകരിച്ച സംഘടനകളാണെങ്കിലും മലയാളത്തിൽ തലക്കെട്ട് സ്വീകരിച്ച സംഘടനകളാണെങ്കിലുമല്ല, അവയുടെ എല്ലാം വീഡിയോകൾ നിങ്ങൾ പരിശോധിച്ചാൽ അവയുടെ എല്ലാം തുടക്കത്തിൽ നിങ്ങൾ കാണുക ഈ ആർട്ടിക്കിളാണ്. ഭരണഘടനയിൽ, ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഇന്ത്യയിലെ പൗരന്മാർക്കിടയിൽ ശാസ്ത്രാവബോധം, സയന്റിഫിക് ടെമ്പർ വളർത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന തലത്തിൽ നിന്നുകൊണ്ട്
ആ വലിയ ബാധ്യതാ നിർവഹണമാണ് തങ്ങൾ നിർവഹിക്കുന്നത് എന്നാണ് അവർ പറയാറുള്ളത്. പക്ഷേ ഈ സംവാദ സംഘാടനത്തിൽ ഏകദേശം 3 മാസമെടുത്ത സംവാദ സംഘാടനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ മുതൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ പരസ്യപ്പെടുത്തുകയായിരുന്നു. സ്വകാര്യമായ ഒരു വർത്തമാനങ്ങളും വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പോയാൽ നമ്മളും അവരും തമ്മിൽ നടത്തിയ ഈ രംഗത്തെ കൃത്യമായ കത്തിടപാടുകൾ, ആശയ കൈമാറ്റങ്ങൾ കാണാൻ കഴിയും. 100% ശാസ്ത്രവിരുദ്ധമായ സമീപനം അന്ന് തുടങ്ങിയതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടത് ഈ സംവാദം നടക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ശാസ്ത്ര വസ്തുത അഥവാ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ നാടോടികളായ അറബികൾക്കുള്ളതല്ലാത്ത ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ച ഏതെങ്കിലും ഒരറിവ് ഖുർആനിലുണ്ട് എന്ന് സമർത്ഥിച്ചാൽ, സ്ഥാപിച്ചാൽ താൻ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാകാമെന്നും ഇതുവരെ ഇസ്ലാമിനെതിരെ ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങളും പിൻവലിക്കാമെന്നുമുള്ള ഒരാളുടെ വെല്ലുവിളി, ആ വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംവാദം. ആ സംവാദം ശാസ്ത്രമാണ് വിഷയം. നമ്മൾ അവരോട് ആവശ്യപ്പെട്ടത് സംവാദത്തിൽ പങ്കെടുക്കാം, പക്ഷേ ഞങ്ങൾ പറയുന്നത് ശാസ്ത്രമോ അല്ലയോ, ഞങ്ങൾ പറയുന്ന സ്ഥാപിക്കുന്ന കാര്യങ്ങൾ അശാസ്ത്രീയമാണോ അതല്ല ശാസ്ത്രീയമാണോ, അത് തീരുമാനിക്കേണ്ടത് ശാസ്ത്രരംഗത്തെ പ്രഗത്ഭരാണ്. അതുകൊണ്ട് 3 പേരിൽ കുറയാത്ത ശാസ്ത്രരംഗത്തെ പ്രഗത്ഭർ ഈ കാര്യം തീരുമാനിക്കാൻ വേണ്ടി നിങ്ങൾ നിശ്ചയിക്കണം. ഞങ്ങൾ നിശ്ചയിക്കുന്നില്ല, നിങ്ങൾക്ക് നിശ്ചയിക്കാം. നിങ്ങൾക്ക് 3 പേരുടെ പാനലിനെ നിശ്ചയിക്കാം, 3 പേരിൽ കുറയാത്ത ആളുകളുടെ. ആ പാനൽ ഞങ്ങൾ പറയുന്നത് ശാസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ, ശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നിങ്ങൾ സന്നദ്ധമാകണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കൊണ്ടുവരുന്ന മുസ്ലിങ്ങളായ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൊണ്ടുവരുന്ന നിഷ്പക്ഷരായ 3 കുറയാത്ത ശാസ്ത്രരംഗത്തുള്ളവർ, അവർ ഈ ഞങ്ങൾ പറയുന്ന കാര്യം ശാസ്ത്രമാണ് എന്ന് അംഗീകരിച്ചാൽ, എന്ന് പറഞ്ഞാൽ, എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം അംഗീകരിക്കുവാൻ എല്ലാ ബാധ്യസ്ഥരാകണം. ആദ്യം പറഞ്ഞാൽ അത് പറ്റൂലെന്ന്. സയന്റിഫിക് ടെമ്പറിന്റെ ആൾക്കാരാണ് കേട്ടോ, സയന്റിഫിക് ടെമ്പറിന്റെ ആളുകളാണ്. അത് പറ്റൂല. ഇതേപോലെ ഓരോ കാര്യങ്ങൾ ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ശാസ്ത്രം പറഞ്ഞുകൊണ്ട്, ശാസ്ത്രീയമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകളുടെ ശാസ്ത്രവിരുദ്ധ സമീപനത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണമെന്നുള്ള അടിസ്ഥാനത്തിലാണ്. ഇവർക്ക് ശാസ്ത്രമെന്നാൽ അവരുടെ കൈകളിൽ ഒരു കളിപ്പാട്ടമായി കൊടുക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ശാസ്ത്രം. അല്ലാത്തിടത്തോളം കാലം ശാസ്ത്രത്തെ പിന്നിലേക്ക് വലിക്കുക എന്ന പണിയല്ലാതെ മറ്റൊന്നും നാസ്തികത ചരിത്രത്തിൽ എവിടെയും ചെയ്തിട്ടില്ല. അതിന് നമ്മുടെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഉദാഹരണം കാണിച്ചു കൊടുക്കണമെന്ന് നമുക്കെല്ലാം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയെന്ന് അറിയാൻ പാടില്ലായിരുന്നു. കാരണം നമ്മൾ എഴുതുന്നത് അവരിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ സർവശക്തനായ അള്ളാഹു തീരുമാനിച്ചു, കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകണം ഇവർ ശാസ്ത്രവിരുദ്ധരാണ് എന്ന സത്യം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂറിലെ 40-ാമത്തെ വചനത്തിലെ 4 ശാസ്ത്ര വസ്തുതകളാണ് നമ്മൾ സമർത്ഥിച്ചത്. നമ്മൾ ഖുർആനിന്റെ അർത്ഥം മാറ്റിയിട്ടില്ല. ഏതെങ്കിലും ഒരു പദത്തിന് അർത്ഥം മാറ്റി എന്ന് സ്ഥാപിക്കണമെങ്കിൽ
അത് സ്ഥാപിക്കാനുള്ള ടൂളും നമ്മളാണ് കൊടുത്തത്. ആ ടൂള് അവിടെ സ്റ്റേജിൽ തന്നെ അവർക്ക് കൊണ്ടുപോയി കൊടുത്തിരുന്നു. അതെന്താണ്? അറബിക് ലെക്സിക്കൺ ഉണ്ട്, നമ്മൾ എഴുതിയതല്ല, ഇസ്ലാമിന്റെ ഒരു വിമർശകൻ എഴുതിയ ലെക്സിക്കൺ. അഥവാ അറബി ഭാഷയിൽ ഓരോ പദങ്ങളുടെയും അർത്ഥം എന്ത് എന്ന് 1876 അന്തരിച്ച വില്യം ലെയ്ൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റ് എഴുതിയ ലെക്സിക്കൺ. അതനുസരിച്ച് നമ്മൾ പറഞ്ഞ അർത്ഥം ഏതെങ്കിലും തകരാറുണ്ടോ? നിങ്ങൾക്ക് പറയാം. അതവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പറഞ്ഞ 4 ആശയങ്ങളിൽ ഏതിലെങ്കിലും പ്രശ്നമുണ്ടോ? ആ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, അന്നു മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ സമുദ്രശാസ്ത്ര രംഗത്തെ ഗവേഷകന്മാരുണ്ട്. കേരളത്തിൽ അതിന് തന്നെ ഓഷ്യനോഗ്രഫിയിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുള്ളത് നമ്മുടെ കുസാറ്റിലാണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി. കുസാറ്റിലെ ഓഷ്യനോഗ്രഫി ഡിപ്പാർട്ട്മെന്റിലെ പ്രഗത്ഭന്മാർ അവരാരെങ്കിലും പറയട്ടെ ഇത് തെറ്റാണെന്ന്. നമ്മൾ അവരുമായി ഇരിക്കാൻ സന്നദ്ധമാണ്. അപ്പോൾ അതിനുള്ള മറുപടി അവരെടുത്ത് പോകാനൊന്നും ഞങ്ങളെ കിട്ടൂല. പിന്നെ ആരെയാണ് കിട്ടുക? കേരളത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര ബുദ്ധിജീവിയായി അറിയപ്പെടുന്ന നാസ്തിക ബുദ്ധിജീവി അദ്ദേഹം ഇതിന് മറുപടി തനിവരോടെ സൂചിപ്പിച്ചു. മറുപടി പറയാൻ വേണ്ടി വിയർത്തിട്ട് അവസാനം ആ വിയർപ്പ് തെറിയായി മാറിയിട്ട് ഈ മതവിശ്വാസികളോട് ശാസ്ത്രം പറഞ്ഞാലേ ശരിയാവില്ല എന്ന് നമുക്ക് പറയണം അവസാനം. എന്നിട്ടോ അദ്ദേഹം മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ മതവിശ്വാസികൾ ശാസ്ത്രം പറയാൻ കൊള്ളുന്നവരല്ല എന്ന് പറഞ്ഞത്. മാത്തമാറ്റിക്സിൽ 1:2 എന്ന് തെളിയിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ തമാശയാണ്, ഇങ്ങനത്തെ പൊതുവേദികളിൽ പറയേണ്ട കാര്യമല്ല. പക്ഷെ ഞാനിത് പറയുന്നത്, ഏതെങ്കിലും പുതിയ തലമുറയിലുള്ളവർ ഇവർ ശാസ്ത്രത്തിന്റെ ആളുകളാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടി മാത്രം. ആൾജിബ്ര മാത്തമാറ്റിക്സിലെ ഒരു ശാഖയാണ്. ആൾജിബ്രയുടെ അടിസ്ഥാനം ചില അംഗങ്ങൾ, ചില സ്ഥിരാംഗങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണലാണ്. ആ ആൾജിബ്രയിൽ ഒരു ചെറിയ കള്ളത്തരം കാണിച്ചുകൊണ്ട് ഒരു വളരെ സമർത്ഥമായ ആളുകളെ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റാത്ത രൂപത്തിൽ 1:2 എന്ന് തെളിയിക്കാൻ കഴിയും. പക്ഷേ അത് തെളിയിക്കാൻ കഴിയുമെന്നും ആ കോലത്തിലാണ് മതവിശ്വാസികൾ തെളിയിക്കുന്നത് എന്നും പറഞ്ഞു തുടങ്ങിയ അദ്ദേഹം ആൾജിബ്രയുടെ അടിസ്ഥാന തത്വത്തെ തന്നെ നിഷേധിച്ചിട്ടാണ് അദ്ദേഹം വർത്തമാനം പറഞ്ഞത്. അഥവാ A=B എന്ന് അംഗീകരിക്കാൻ പാടില്ല. അങ്ങനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ആൾജിബ്ര തന്നെ ഉണ്ടാവില്ല. വേറെ വിഷയമാണ്, ആൾജിബ്ര അറിയുന്നവർക്ക് മനസ്സിലാകും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതാണ് ഇവരുടെ സയന്റിഫിക് ടെമ്പർ. ശാസ്ത്രം ഞങ്ങളുടെ അടുത്ത് ഖുർആൻ മതവിശ്വാസികളും മതഗ്രന്ഥങ്ങളുമെല്ലാം കൊള്ളരുതാത്തത്. ഞങ്ങളോ ഭയങ്കര ശാസ്ത്രം. പക്ഷേ ഞങ്ങളുടെ ശാസ്ത്രം എന്താണ്? ആ ശാസ്ത്രം ഖുർആനെതിരാകണം. അപ്പോഴേ ശാസ്ത്രവും. സമുദ്രത്തിൽ ഇരുട്ട് എന്ന് ഖുർആൻ പറഞ്ഞാൽ ഞങ്ങൾ പറയും വെളിച്ചാണ്. എന്താ അടിസ്ഥാനം? അവരടിത്തറിയില്ല. ഞങ്ങൾക്കങ്ങനെ തോന്നി ഖുർആൻ പറഞ്ഞു, അതുകൊണ്ട് ഇരുട്ടാന്ന് വെളിച്ചാൻ തെളിയിച്ച പറ്റും. ഒരു ശാസ്ത്ര വിശാരദൻ പറഞ്ഞത് സൂര്യപ്രകാശം എത്തൂലെങ്കിലും അവിടെ ആകെ വെളിച്ചത്തിന്റെ ഒരു 5 കളിയാണെന്ന്. സമുദ്രാന്തര ഭാഗത്തേക്ക് വെളിച്ചത്തിന്റെ 5 കളിയാണ്. നല്ല കൂരാക്കൂരി ഇരുട്ടത്ത് ഉള്ള മിന്നാമിനിങ്ങിനെ പോലെയുള്ള ചില സാധനങ്ങൾ അവിടെയുണ്ട് എന്നത് ശരി. ഈ മിന്നാമിനുങ്ങളെ നോക്കിയിട്ട് ഇരുട്ടില്ല എന്ന് പറയുന്ന പൊട്ടത്തരം പിന്നെ ഈ ഭൗതികവാദികൾക്ക് മാത്രം മനസ്സിലാവുള്ളൂ. ഞാൻ അതിന്റെ മറ്റു തലങ്ങളിലേക്കൊന്നുമല്ല പോണത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്ര മാത്രമാണ്. ഇവരും ശാസ്ത്രവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല.
ഇവർക്ക് ശാസ്ത്രം എന്നും ദൈവനിഷേധത്തിന് ഉള്ള ഒരു ടൂളായി അവർ സഭകളെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് മധ്യകാല സഭകൾ പലപ്പോഴും അവരുടെ ബുദ്ധിവിരുദ്ധമായ സമീപനം കൊണ്ട് തീർച്ചയായും പൗരോഹിത്യത്തിൽ അധിഷ്ഠിതമായ സഭകൾ ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു. അത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സഭകൾ നേരിട്ടല്ല ചെയ്തത്, അന്നത്തെ ശാസ്ത്രകാരന്മാരെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ചെയ്തത്. അത് വേറെ വിഷയമാണ്. ഞാൻ പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ ആ രൂപത്തിൽ സഭകൾ ചെയ്തതിനേക്കാൾ നികൃഷ്ടമായ രൂപത്തിൽ ശാസ്ത്രീയമായ പഠനങ്ങളുടെ മുന്നിൽ കരിമ്പടവുമായി നിൽക്കുന്നത് നാസ്തികന്മാരാണ് എന്നുള്ളതാണ് സത്യം. ഇത് ഞാൻ വെറുതെ ആരോപിക്കാൻ വേണ്ടി പറയുന്നതല്ല. പുതിയ കാലഘട്ടം, പഴയതെല്ലാം പോകട്ടെ, അത് ചരിത്രമാണ്. ഇന്ന് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ തത്വം എന്താണ്? എല്ലാവർക്കും അറിയുന്നതാണ്, പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളതാണ് ബിഗ് ബാങ് തിയറി എന്ന്. ആ ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണങ്ങളിൽ പലപ്പോഴും പലർക്കും പല അബദ്ധധാരണകളും ഉണ്ട്. ഇത്രയേ ഉള്ളൂ, ഈ പ്രപഞ്ചം ഉണ്ടായതാണ് ഒരു പോയിന്റിൽ നിന്ന്, ഒരു കേന്ദ്രത്തിൽ നിന്ന്. ആ കേന്ദ്രത്തിലെ അന്ന് ഉള്ള ഭൗതിക നിയമങ്ങൾ നമുക്കറിയില്ല, അറിയാൻ കഴിയുകയുമില്ല. ഇതാണ് ബിഗ് ബാങ് തിയറിയുടെ ആകത്തുക. ഇത് വെറുതെ ഒരു തിയറി ഉണ്ടാക്കിയതല്ല. ഐൻസ്റ്റൈന്റെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ സ്വാഭാവികമായ ഫലമാണ് ഈ പ്രപഞ്ചം കാലത്തിലൂടെ പിന്നിലേക്ക് പോയാൽ ഒരു പോയിന്റിലായിരിക്കുമെന്നുള്ള സത്യം. അത് 1927 തന്നെ ലൈമാത്ര എന്ന ജോർജസ് ലൈമാത്ര എന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ മാത്തമാറ്റിക്കലായി ഗണിതശാസ്ത്രപരമായി ഇക്കാര്യം പറഞ്ഞിരുന്നു. 1929 എഡ്വിൻ പി ഹബിൾ എന്ന ശാസ്ത്രജ്ഞൻ നക്ഷത്രക്കൂട്ടങ്ങളെ കുറിച്ച്, ഗാലക്സികളെ കുറിച്ച് പഠനം നടത്തിയപ്പോ ആ ഗാലക്സികളെല്ലാം അകന്നു പോവുകയാണെന്ന് മനസ്സിലാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ പ്രപഞ്ചം വികസിക്കുന്നുവെങ്കിൽ കാലത്തിലൂടെ പുറകോട്ട് പോയാൽ 1400 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പ്രാപഞ്ചിക വസ്തുക്കളെല്ലാം ഒരൊറ്റ കേന്ദ്രത്തിലായിരുന്നു ഇരിക്കണമെന്നും ആ കേന്ദ്രത്തിൽ നിന്ന് ഒരു പ്രത്യേക നിമിഷത്തിലാണ് ഇവയെല്ലാം വേർപെട്ടു പോയത് എന്നും അങ്ങനെ ആ നിമിഷത്തിലാണ് പ്രപഞ്ചമുണ്ടായത് എന്നുമുള്ള സിദ്ധാന്തമാണ് പിൽക്കാലഘട്ടത്തിൽ ബിഗ് ബാങ് തിയറി എന്നറിയപ്പെട്ടത്. അത് ഈ 1929 എഡ്വിൻ പി ഹബിൾ ഇത് കണ്ടുപിടിച്ചതോടുകൂടി ശാസ്ത്രലോകത്ത് ഒരുപാട് ചർച്ചകൾ നടന്നു. 1930 നേരത്തെ പറഞ്ഞ ജോർജസ് ലൈമാത്ര എന്ന ശാസ്ത്രജ്ഞൻ അതിന് ഉപോത്ബലകമായ ഒരു സിദ്ധാന്തം രൂപീകരിച്ചു. ആ സിദ്ധാന്തം ഏത് ശാസ്ത്ര സിദ്ധാന്തത്തെയും പോലെ അത് ശരിയാകുവാൻ സാധ്യതയുള്ള സാധ്യതകളെ പ്രവചിച്ചു. ആ പ്രവചനങ്ങൾ സംഭവിച്ചാൽ അത് ശരിയാണ് എന്ന വസ്തുത അംഗീകരിക്കേണ്ടി വരമെന്ന തലം വന്നു. ഇതിന്റെ ഒരു സ്വാഭാവിക പരിണതി എന്താണ്? തത്വശാസ്ത്ര രംഗത്ത് മുൻപ് മുതൽക്കേയുള്ള ചർച്ച പ്രപഞ്ചമാണോ, പ്രപഞ്ചം ഉണ്ടായതാണോ അല്ലേ എന്നാണ്. പ്രപഞ്ചം ഉണ്ടായതാണെങ്കിൽ തീർച്ചയായും അത് ഉണ്ടാക്കിയവനുണ്ടാകണമെന്നത് തത്വശാസ്ത്രപരമായി സ്ഥാപിക്കപ്പെട്ടതാണ്. അപ്പൊ പ്രപഞ്ചം ഉണ്ടായതല്ല എന്ന് സ്ഥാപിക്കുവാനാണ് നിരീശ്വരവാദികളായ തത്വശാസ്ത്രജ്ഞന്മാർ എന്നും ശ്രമിച്ചു പോന്നിട്ടുള്ളത്. അത് മുമ്പ് തന്നെ, ശാസ്ത്രത്തിന് മുമ്പ് തന്നെ. എന്നാൽ ദൈവവിശ്വാസികൾ പറയുക പ്രപഞ്ചമുണ്ടായതാണ് എന്ന്. സ്വാഭാവികമായി അള്ളാഹു സൃഷ്ടിച്ചതാണ്, ദൈവം സൃഷ്ടിച്ചതാണെന്ന് പറയും. അപ്പൊ ഈ സൃഷ്ടി നടന്നോ ഇല്ലേ എന്ന ചർച്ചയിൽ ഇവിടെ 929 ആയപ്പോഴേക്ക് അല്ലെങ്കിൽ 30 ആയപ്പോഴേക്ക് ശാസ്ത്രം എത്തിയിട്ടുള്ളത് പ്രപഞ്ചം ഉണ്ടായി എന്നതൊരു സിദ്ധാന്തമായി കൊണ്ടാണ്. ആ സിദ്ധാന്തത്തിന് ഉപോത്ബലകമായ തെളിവുകൾ അവതരിപ്പിക്കുന്നതിലേക്കാണ്.
അപ്പോഴേക്ക് ഭൗതിക ശാസ്ത്രരംഗത്തുണ്ടായിരുന്ന ഭൗതികവാദികളായ നിരീശ്വരന്മാരായ ശാസ്ത്രജ്ഞന്മാർക്ക് പ്രതികടായി. അവർ പറഞ്ഞു ഇത് അംഗീകരിക്കാൻ പറ്റൂല, ഈ സിദ്ധാന്തം അംഗീകരിക്കാൻ പറ്റൂല, അതിന് പുതിയ സിദ്ധാന്തം ഉണ്ടാക്കണം. ഒരു ഏകദേശം 10-18 കൊല്ലം 3 പ്രഗത്ഭരായ ഭൗതികവാദികളായ ശാസ്ത്രജ്ഞന്മാർ ബുദ്ധിമുട്ടി പടിയെടുത്ത് പാടുപെട്ട് ഒരു സിദ്ധാന്തം ഉണ്ടാക്കി. 1948 ആയപ്പോഴേക്ക് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്നാണ് അതറിയാം. ഫ്രെഡ് ഹോയിൽ, ഹെർമൺ ബോണ്ടി എന്ന് തുടങ്ങിയ 3 ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ ഈ സിദ്ധാന്തം ഉണ്ടാക്കി. എന്തിനാ? വേറൊന്നിനുമല്ല. ബിഗ് ബാങ് തിയറി എന്ന് പിൽക്കാലഘട്ടത്തിൽ അറിയപ്പെട്ട സിദ്ധാന്തം അംഗീകരിച്ചാൽ പ്രപഞ്ചം തുടങ്ങിയിട്ടുണ്ടെന്ന് വരും. പ്രപഞ്ചം തുടങ്ങിയിട്ടുണ്ടെന്ന് വന്നാൽ ഒരു തുടക്കക്കാരൻ വേണമെന്ന് വരും. അത് ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം 948 വരെ നിരന്തരമായി ശ്രമിച്ചിട്ട് ഭൗതിക ശാസ്ത്ര അടിത്തറയിലുള്ള ഒരു സിദ്ധാന്തം രൂപീകരിക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷേ ആ സിദ്ധാന്തം 10 കൊല്ലത്തിനുള്ളിൽ തന്നെ പൊട്ടിപ്പാടി പോയി. കാരണം മുഴുവൻ തെളിവുകളും ബിഗ് ബാങ്ങിന് അനുകൂലമായിരുന്നു. അവസാനം ഇതുണ്ടാക്കിയ ഫ്രെഡ് ഹോയിലിനടക്കം അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ഒഴിവാക്കേണ്ടി വരികയും പിൽക്കാലഘട്ടത്തിൽ ബിഗ് ബാങ് തിയറി എന്നറിയപ്പെട്ട സിദ്ധാന്തം സ്വീകരിക്കേണ്ടി വരികയും ചെയ്തു. ഞാനത് സൂചിപ്പിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രത്തോട് ഭൗതികവാദികളുടെ നിലപാട് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. എക്കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ഭൗതികവാദികൾക്ക് ഭരണം കിട്ടിയ പ്രദേശം സോവിയറ്റ് യൂണിയനിൽ ഒരു ശാസ്ത്രജ്ഞനെ തന്നെ ഇന്ന് നമ്മൾ ശാസ്ത്രരംഗത്ത് ഒരുപാട് പഠനങ്ങൾക്ക്, ഒരുപാട് ഗവേഷണങ്ങൾക്ക്, നമ്മളെ വൈദ്യശാസ്ത്ര രംഗത്തെല്ലാം ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം നിമിത്തമാകുന്നതാണ് ജനറ്റിക്സ് എന്ന് പറയുന്ന, ജനിതകം എന്ന് പറയുന്ന ശാസ്ത്രശാഖ. ഗ്രിഗർ മെൻഡൽ എന്ന ഒരു മതവിശ്വാസിയാണ് ആ ശാസ്ത്രശാഖ ഇയാളുടെ തുടക്കക്കാരൻ. ആ ശാസ്ത്രശാഖ തങ്ങളുടെ നിരീശ്വരത്വത്തിനെതിരാകാൻ സാധ്യതയുണ്ട് എന്നൊരൊറ്റ കാരണത്താൽ സോവിയറ്റ് യൂണിയൻ എന്ന നാസ്തിക നാട് അതിനുവേണ്ടി മാത്രം ഒരു ശാസ്ത്രജ്ഞനെ വിലക്കെടുത്തിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഇതിനെതിരെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയൊക്കെയായിരുന്നു. ലിസെങ്കോ എന്നാണ് ആ ശാസ്ത്രജ്ഞന്റെ പേര്. പിൽക്കാലഘട്ടത്തിൽ ലിസെങ്കോയിസം എന്നറിയപ്പെട്ട അദ്ദേഹത്തിന്റെ ജനറ്റിക്സിനെതിരെയുള്ള വാദങ്ങൾ, ഞാൻ സൂചിപ്പിക്കുന്നത് ശാസ്ത്രത്തിനെതിരാണ് ഇവരെന്ന് പറയുന്നതിന് വേണ്ടിയാണ്. എപ്പോൾ ശാസ്ത്രം, സയൻസ് ഈ പ്രപഞ്ചത്തിന് പ്രതിഭാസങ്ങൾക്ക് പിന്നിൽ ഒരു സട്ടാവുണ്ട്, ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഉണ്ടെന്നൊന്നും പറയണ്ട. സാധ്യത പ്രവചിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അവിടെ ചാടി വീണിട്ട് ആ സയൻസിനെ തകർക്കാനാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത്, എന്നും ശ്രമിച്ചിട്ടുള്ളത്. ഇന്നത്തേതാണ് നമ്മൾ ഇവിടെ പിടികൂടിയത്. ഇപ്പൊ നിങ്ങൾ വെറുതെ വേറെ വിട്ടു പോകേണ്ട ആവശ്യമില്ല. ഈ രണ്ടാഴ്ചയായി നടന്ന ഫേസ്ബുക്കിലൂടെയുള്ള ഈ വിഷയത്തിൽ കേരളത്തിലെ പ്രഗത്ഭരായ നാസ്തിക ബുദ്ധിജീവികളുടെ പ്രതികരണങ്ങൾ മാത്രം എടുത്താൽ മതി. ഞാൻ വെല്ലുവിളിക്കുന്നു, ആ പ്രതികരണങ്ങളുമായി ഏതെങ്കിലും ഒരു സമുദ്ര ശാസ്ത്രജ്ഞന്റെ മുന്നിലിരിക്കാൻ ഇവർ സന്നദ്ധരാണോ എന്ന്. അത് മുഴുവനും പുതിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അബദ്ധജടിലമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇതാണ് ഇവരുടെ ശാസ്ത്രം, ഇവരുടെ ശാസ്ത്ര സ്നേഹം അതാണ്. എന്നിട്ട് ശാസ്ത്രമൊന്നുമല്ല ഇവരുടെ പ്രശ്നം. പുതിയ കാലത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ ഇസ്ലാമിനെ തമസ്കരിക്കുക എന്നതാണ് ഇവരുടെ ആകെയുള്ള ഒരു അജണ്ട. കഴിഞ്ഞ 20 കൊല്ലക്കാലമായി നിങ്ങൾ യുക്തിവാദി സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ എടുക്കുക, നാസ്തിക കൂട്ടായ്മകളുടെ പ്രവർത്തനങ്ങൾ എടുക്കുക. ആ പ്രവർത്തനങ്ങളിൽ എത്ര ശതമാനം ഊർജം ഇസ്ലാമിനെ തമസ്കരിക്കുവാൻ അല്ലാതെ മറ്റെന്തിനെങ്കിലും ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് പരിശോധിച്ചു നോക്കുക. ഇപ്പോൾ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. സോഷ്യൽ മീഡിയയിൽ ഇവർ തകർത്താടാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്,
മുസ്ലിം പേരുള്ള ഒരാൾ, അയാൾ പ്രവാചകന് 4 തെറി പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് ഒരു യൂട്യൂബിൽ സ്വന്തം ചാനലിൽ ഒരു പ്രഭാഷണം നടത്തിയാൽ അതിന് കാഴ്ചക്കാർ 10,000-ങ്ങളാണ്. 10,000-ങ്ങൾ കാഴ്ചക്കാരാകുമ്പോ അവരുടെ പോക്കറ്റിൽ വന്നു വീഴുന്നത് അതേപോലെ 10,000-ങ്ങളാണ്. ആ കാഴ്ചക്കാരിൽ ഈ 10,000-ങ്ങളിൽ നല്ലൊരു ശതമാനം നിരീശ്വരന്മാരല്ല. ഇവിടെ പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചതുപോലെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ കാഴ്ചക്കാരാകുന്നത് ഇവിടെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എല്ലാം തമ്മിലടിപ്പിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാരാണ്. അവരാണ് ഇവരെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അവരാണ് ഇവർക്ക് വെള്ളവും വളവും നൽകുന്നത്. വളരെ പച്ചയായി പറഞ്ഞാൽ ഇവിടെയുള്ള മിഷനറിമാരും അതേപോലെ തന്നെ ഫാഷിസ്റ്റുകളുമാണ് ഇത്തരം ആളുകളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അവരായിരുന്നു സാഗൂതം കേട്ടുകൊണ്ടിരുന്നത്. എന്തിനധികം വളരെ രസകരമായൊരു സംഗതിയുണ്ട്. ഡിബേറ്റ് കഴിഞ്ഞു. 2ാമത്തെ ദിവസം തന്നെ കേരളത്തിലെ ഒരു പ്രസിദ്ധനായ ഇസ്ലാം വിമർശകനായ ഒരു ക്രൈസ്തവ മിഷനറി ഒരു പ്രഭാഷണം നടത്തിയത് എന്താ വെച്ചാൽ, അക്ബർ തോറ്റോടി, അതിൽ മുസ്ലിം സമുദായമാകെ വിഷമത്തിലായിരുന്നു. അതിന്റെ പിറ്റേന്ന് സംവാദത്തിൽ പങ്കെടുത്ത ഇയാള് പറഞ്ഞത്, സംവാദത്തിൽ എനിക്ക് കുറച്ച് ക്ഷീണമെല്ലാം പറ്റിയിട്ടുണ്ട്, ഞാൻ വേണ്ടത്ര വിജയിച്ചിട്ടില്ല, അക്ബർ തന്നെയാണ് അവിടെ വിജയിച്ചതെന്ന് വേണമെങ്കിൽ പറയാന്ന്. അപ്പോ ആർക്കാ വിജയം തോൽവി? ഇവിടെ അക്ബറോ മറ്റോരോ ജയിച്ചോ തോറ്റതൊന്നുമല്ല വിഷയം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ വിജയിച്ചിരിക്കുന്നു. ഖുർആനിന്റെ അജയ്യത പ്രകടിപ്പിക്കുവാൻ, പ്രസിദ്ധീകരിക്കുവാൻ, ആയിരങ്ങൾക്ക് അത് മനസ്സിലാക്കുവാനുള്ള ഒരു അവസരമായി ആ സംവാദം മാറിയിരിക്കുന്നു. അത്രയുള്ള വ്യക്തികളുടെ പേരുകൾ തന്നെ പ്രസക്തമല്ല. ഞാനിവിടെ പറയുന്നത്, ഈ മിഷനറിമാർക്ക് ഇവരുടെ എല്ലാം കൈകളിലുള്ള പാവകളായി മാറിയിട്ട് പ്രവാചകനെ തെറി പറയുക, പരിശുദ്ധ ഖുർആനെ തെറ്റിദ്ധരിപ്പിക്കുക, അതേപോലെ തന്നെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുക. മുസ്ലിങ്ങളെല്ലാം തന്നെ ഖുർആൻ പഠിച്ചിട്ട് മറ്റുള്ളവരുടെ തലയിറക്കാൻ ഒരുങ്ങി നിൽക്കുന്നവരാണ് എന്ന ധാരണയുണ്ടാക്കുക. എന്തൊക്കെയാ തെറികൾ പറയുന്നത്, എന്തൊക്കെ അബദ്ധങ്ങളാ പറയുന്നത്. മുസ്ലിങ്ങൾ എന്ന പേരിൽ, മുസ്ലിം പേരുള്ള ആളുകൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോ സാധാരണക്കാരായ മുസ്ലിങ്ങളല്ലാത്ത ആളുകളടക്കം തെറ്റിദ്ധരിച്ചു പോവില്ലേ? പരിശുദ്ധ ഖുർആൻ ആയത്തുകൾ ഉദ്ധരിച്ചിട്ട് പറയാണ്, എന്ത് അമുസ്ലിങ്ങളുടെ കഴുത്ത് കണ്ടിടത്ത് വെച്ച് വെട്ടണമെന്നാണ് ഖുർആൻ ഞങ്ങളെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്, മദ്രസയിൽ ഞങ്ങളെല്ലാം പഠിച്ചത് അങ്ങനെയാണ് എന്ന രൂപത്തിൽ സംസാരിക്കുമ്പോ, മുസ്ലിം അല്ലാത്ത ആരുമായും ഒരു സൗഹൃദ ബന്ധവും പാടില്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടുള്ളത് എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ മുസ്ലിം പേരുള്ള ആളുകൾ എഴുന്നേറ്റെന്ന് പറയുമ്പോ ഏത് രൂപത്തിലുള്ള ഒരു സാമൂഹ്യ ദ്രോഹമാണ് ഇവർ ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കുക. ഏത് വലിയ സാമൂഹ്യ ദ്രോഹാണിത്. നമ്മളാരും മദ്രസയിൽ പഠിച്ചിട്ടില്ലല്ലോ. അവരെല്ലാം പഠിച്ച മദ്രസയിൽ തന്നെയാണല്ലോ ഞാനും നിങ്ങളും പഠിച്ചത്. ഒരു മദ്രസയിലും, അത് കേരളത്തിലെ ഏറ്റവും അധികം മദ്രസകളുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മദ്രസകളിലാണെങ്കിലും, അതേപോലെ തന്നെ മറ്റ് സുന്നി പ്രസ്ഥാനങ്ങളുടെ മദ്രസകളിലാണെങ്കിലും, അതേപോലെ നദവത്തുൽ മുജാഹിദീന്റെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ തബ്ലീഗ് ജമാഅത്തോ നടത്തുന്ന മദ്രസകളിലാണെങ്കിലും എവിടെയെങ്കിലും വെച്ച് ആ മുസ്ലിമിനെ കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? പക്ഷെ ഇവര് മാത്രം പഠിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് പരിപാടികളിൽ വെച്ച് പറയാണ്. ഇത് ഖുർആനിൽ നിന്ന് ഞങ്ങളെല്ലാം ഇതാണ് പഠിച്ചിട്ടുള്ളത്, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഈ രൂപത്തിൽ അപഹസിക്കാൻ എല്ലാ മാർഗങ്ങളും ഉണ്ടാക്കുക. എന്താ കാര്യം? മുസ്ലിം സമുദായം വൈകാരികമായി പോകും. അങ്ങനെ വൈകാരികമായാൽ എന്തുണ്ട്, അത് വെച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്തുന്നത് എത്രത്തോളം അറിയാമോ നിങ്ങൾക്ക്? കേരളത്തിലൊരു പ്രഗത്ഭയായ അടുത്ത കാലഘട്ടത്തിൽ കുപ്രസിദ്ധയായ ഇസ്ലാം വിമർശക, ആ പേരുകളൊന്നും പറയാൻ എന്റെ നാവ് പോങ്ങില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവര് സ്കാൻഡിനേഷ്യൻ രാജ്യങ്ങളിൽ ഒന്നിൽ അവിടെ അഭയത്തിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുകയാണ്.
സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ പൊതുവെ മനുഷ്യാവകാശപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യങ്ങളാണ്. മനുഷ്യാവകാശത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളാണ്. അപ്പൊ എവിടെയെങ്കിലും മതം പിന്നെ പ്രത്യേകിച്ച് ഭൗതികവാദികളെല്ലാം പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് അഭയം നൽകുകയും അവർക്ക് പിന്നീട് പിന്നെ ഇത് പിന്നെ സിറ്റിസൺഷിപ്പ് എല്ലാം കൊടുക്കുകയും ചെയ്യുന്ന നാടുകളാണ്. ആ നാടുകളിൽ ഒന്നിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആപ്ലിക്കേഷനിൽ തിരിച്ചു ചോദിക്കുക, താങ്കൾക്കെതിരെ ഈ മതത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്, മതവിമർശനത്തിന്റെ പേരിൽ താങ്കൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുന്ന എന്തെങ്കിലും റിപ്പോർട്ടുകളോ മറ്റോ നൽകാൻ കഴിയുമോ എന്നവർ ചോദിക്കുക. അതിന്റെ പിറ്റേന്ന് മുതൽ ഇസ്ലാമിനെ നബിയെ തെറി പറച്ചിൽ വളരെ ശക്തമാക്കുക. എന്നാലാണ് എവിടുന്നെങ്കിലും ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടി ഒരു റിപ്പോർട്ട് ഉണ്ടായാൽ മതി. കേരളത്തിലെ മുസ്ലിം സമുദായത്തെ മനസ്സിലാക്കുന്നതിൽ നാസ്തികന്മാരെ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വൈകാരികമായി നിങ്ങൾ ഉണ്ടാക്കുന്ന കെണികളിൽ ചാടുവാൻ മാത്രം വിഡ്ഢികളൊന്നുമല്ല കേരളത്തിലെ മുസ്ലിങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ തെറി പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന് എന്തെങ്കിലും ഒരു ചെറിയ ഗ്ലാനി സംഭവിക്കുമെന്ന വിഡ്ഢി വിശ്വാസം മുസ്ലിങ്ങൾക്ക് ഉണ്ടാവണ്ടേ? ഞാൻ സൂചിപ്പിക്കുന്നത് ലക്ഷ്യങ്ങളെ കുറിച്ചാണ്. ഇത്ര ചീപ്പായിട്ടുള്ള എന്നിട്ട് മുസ്ലിങ്ങൾ ഒന്നും പ്രതികരിക്കണില്ലാതെ കണ്ടപ്പോ ഒരു പ്രസിദ്ധനായ കച്ചവടക്കാരനെ കുറിച്ച് തെറി. അയാളെങ്കിലും രണ്ടാളെ വിട്ടുകാണ്ട് ഒന്ന് പെരുമാറിയാൽ എന്തായി ന്യൂസായി കിട്ടുമല്ലോ. ഇങ്ങനെ വൃത്തികെട്ട ചിന്തകളുമായി നാസ്തികത പ്രചരിപ്പിക്കാൻ നടക്കുന്ന ആളുകൾ, ഇത് വളരെ വസ്തുനിഷ്ഠമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. ഇവരും ശാസ്ത്രവും തമ്മിലൊരു ബന്ധമല്ല. പരിശുദ്ധ ഖുർആനെ തമസ്കരിക്കുക, ഞാനീ പറഞ്ഞതുപോലെ വർഗീയമായ ചേരിതിരിവുകൾ ഉണ്ടാക്കുക, അതിനുവേണ്ടി ആരൊക്കെയോ ആയുധങ്ങളായി ഇവരെ ഉപയോഗപ്പെടുത്തുക, ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വ്യാപകമായി സംഭവിക്കുകയാണ്. ഇതിന് ഞാൻ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയെ വളരെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തുന്നു. സോഷ്യൽ മീഡിയ പുതിയ കാലഘട്ടത്തിൽ ഉള്ള ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലും വാട്സപ്പിലുമെല്ലാം ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. ഈ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, എന്റെ പ്രത്യേകിച്ച് എന്റെ മുസ്ലിം സഹോദരങ്ങൾ, വളർന്നു വരുന്ന ചിന്തിക്കുന്ന മുസ്ലിം യുവാക്കളെ, ദീനീ ബോധമുള്ള യുവാക്കളെ അവരുടെ സൗഹൃദം വെച്ചുകൊണ്ട് ഈ ഗ്രൂപ്പിൽ മെമ്പർമാരാക്കുന്നു. ഈ ഗ്രൂപ്പുകളിൽ, ഇവരുടെ ഗ്രൂപ്പുകളിൽ അവർ ദീനീ ബോധമുള്ളവരാണ്. അങ്ങനെ 260 ആളുകളുള്ള ഗ്രൂപ്പിൽ 220, 230, 240 ആളുകൾ നാസ്തികന്മാർ. അതിലേക്ക് 20, 30, 40 മുസ്ലിം യുവാക്കളെ, ഇസ്ലാമിക ബോധമുള്ള, പള്ളികളിൽ പോകുന്ന, ചിലപ്പോൾ ഇസ്ലാമികമായ ക്ലാസുകളിൽ പങ്കെടുക്കുന്ന, ചിലപ്പോൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായ ആളുകൾ അംഗങ്ങളാക്കുന്നു. എന്നിട്ട് ചില ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഇവർ മറുപടി പറയുന്നു. പക്ഷേ ഈ മറുപടിയോടൊപ്പം ഈ 230 ആളുകളും വളരെ മോശമായി പ്രതികരിക്കുന്നു. മോശം എന്ന് പറഞ്ഞാൽ അവരെ വളരെ കൊച്ചാക്കിക്കൊണ്ട് പ്രതികരിക്കുന്നു. ഇങ്ങനെ മെല്ലെ മെല്ലെ ഈ സഹോദരങ്ങളുടെ മനസ്സുകൾക്കകത്തും ഖുർആനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് ഒരുതരം അപകർഷതയുണ്ടാക്കുന്നതിന് കാരണമാകുന്നു. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ആടിനെ പട്ടിയാക്കുക. എന്താണ് അതിന്റെ കഥ? ആടിനെ പട്ടിയാക്കൽ ഒരു കഥയുടെ ഭാഗമാണല്ലോ. ഒരു നമ്പൂതിരി ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു ആടിനെ വളർത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ആടിനെ വാങ്ങിപ്പോയി എന്നാണ്. ആടിനെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോ കള്ളന്മാർ ഒരു ടീമുണ്ട്, 3-4 ആളുകൾ. അവര് തീരുമാനിച്ച് നമ്പൂരിന്റെ അടുത്ത് നിന്ന് ഈ ആടിനെ നമ്മൾക്ക് കൈക്കലാക്കണം. അതിനെന്താ മാർഗം? പിടിച്ചു പറിച്ചാൽ പറ്റൂല, കാരണം അത് വലിയ പ്രശ്നമാവും. നമ്പൂരിന്റെ അടുത്ത് നിന്ന് ആടിനെ കൈക്കലാക്കാൻ അവർ തീരുമാനിച്ചത്
നമ്പൂരി ഇങ്ങനെ പോണതിന്റെ ഇടക്ക് നടുവെന്ന് ഒരാൾ ഇങ്ങനെ വരണുണ്ട്. അത് ചോദിച്ചു, നമ്പൂരി അച്ചോ ഈ എവിടേക്കാ ഈ പട്ടിനായിട്ട് പോകുന്നത്? നമ്പൂരി ഇപ്പൊ നോക്കി, ഇത് പട്ടിയല്ലല്ലോ, ഇത് ആടാണ്. നമ്പൂരി മുന്നോട്ട് പോയി, ഇയാൾക്ക് കണ്ണാണൂലേ എന്ന് വിചാരിച്ചു. കുറച്ചുകൂടി അങ്ങോട്ട് പോയപ്പോ രണ്ടാളുകൾ ഒരുമിച്ച് നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. സംസാരത്തിൽ ഒരാൾ മറ്റൊരാളോട് പറയാ, എത്ര നല്ലൊരു നമ്പൂതിരി, മൂപ്പരെന്താ ഈ പട്ടിനെയും കയ്യിൽ വെച്ചാണ്ട് പോകുന്നത്? നമ്പൂരിക്ക് ഇതെന്താ ഇങ്ങനെ പറയുന്ന ആളുകൾ? വീണ്ടും അദ്ദേഹം നോക്കി, ഇല്ല ഇവർക്കൊന്നും കണ്ണാണൂലേ എന്നുള്ള ആളുകൾ. ഇങ്ങനെ 4-5 സ്റ്റെപ്പുകൾ കഴിഞ്ഞപ്പോൾ നമ്പൂരിക്ക് തന്നെ തോന്നാൻ തുടങ്ങി, ഇതൊരു പട്ടി തന്നെയാണോ, എന്റെ കണ്ണിന് വല്ല പ്രശ്നം പറ്റിയതാണ്. കുറച്ചുകൂടി എത്തിയപ്പോ കുറച്ചുകൂടി കൂടുതൽ ആളുകൾ കൂടി നടന്നിട്ട് ഇങ്ങനെ പറയാറ്, ഈ പിന്നെ നമ്പൂരിയുടെ വിശുദ്ധിയും നമ്പൂരിയുടെ ഇതെല്ലാം പറഞ്ഞിട്ട് ഈ പട്ടിയുമായിട്ട് പോകുന്ന ഇത്രയും മോശമായ നമ്മുടെ നമ്പൂരിച്ചൻ, അദ്ദേഹം അതോടുകൂടി ഇതിന് വിട്ടുപോവാണ്, അവരാടിനായിട്ട് പോകും. ഞാൻ പറയുന്നത് ഇതേ തന്ത്രം, ഇത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഞാൻ ഇന്നത്തെ പരിപാടിയിൽ പ്രധാനമായും ഇവിടുത്തെ ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി, നമ്മളുടെ യുവാക്കളെ, പഠിച്ചു വരുന്ന ആളുകളെ, പ്രത്യേകിച്ചും മതരംഗത്തെല്ലാം കുറച്ച് സജീവമായ കുട്ടികളെ, ഉത്തരങ്ങളെല്ലാം പറയും എന്ന് വരുന്ന ആളുകളെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ പെടുത്തിയിട്ട് ആ ഗ്രൂപ്പുകളിലൂടെ അവരെ ഇസ്ലാം വിരുദ്ധരാക്കുക എന്ന സമർത്ഥമായ പദ്ധതി, ആ പദ്ധതിയിലൂടെ ഒരുപാട് സുഹൃത്തുക്കളെ, ഒരുപാട് സഹോദരങ്ങളെ മുർത്തദ്ദുകളാക്കുവാൻ ഉള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന സത്യമാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനാണ്. അതിന്റെ ഇടക്കാണ് സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമായി ഞാൻ പറഞ്ഞല്ലോ, വലിയ പിന്നെ വെറുതെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വരുമാന മാർഗം കൂടിയാണിത്. അങ്ങനെ ഇസ്ലാമിനെതിരെ വിമർശിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു വെല്ലുവിളി അങ്ങോട്ട് വിട്ടതാണ്. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ വെല്ലുവിളി? ഈ വെല്ലുവിളി സത്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാരിൽ പലരും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സംസാരിച്ചു. പലരും പറഞ്ഞു. ബഹുമാനനായ ഡോക്ടർ ഫൈസൽ അഹ്സനി, അദ്ദേഹം AP വിഭാഗം സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹം ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വീഡിയോകൾ പ്രസിദ്ധീകരിച്ചു. അതേപോലെ തന്നെ റഫീഖ് സലഫി മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹം ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വീഡിയോകൾ പ്രസിദ്ധീകരിച്ചു. മറ്റു പലരും ഇതേപോലെ വീഡിയോകൾ പ്രസിദ്ധീകരിച്ചു. ബഹുമാനായ അലിയ ഖാസിമി, അദ്ദേഹം ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ടയാളാണ്. അദ്ദേഹം ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ചില വീഡിയോകൾ പ്രസിദ്ധീകരിച്ചു. ഇതിനൊന്നും മറുപടി പറയാതെ എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ്. സ്വാഭാവികമായും ഇത്തരം ആളുകളുമായി ഉള്ള സംവാദമല്ല നമ്മുടെ പണി എന്നതുകൊണ്ടും, ഇസ്ലാമിക പ്രബോധന പ്രവർത്തകർക്ക് ഒരുപാട് പണികൾ ചെയ്തു തീർക്കാനുണ്ട് എന്നതുകൊണ്ടും, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിലെല്ലാം നമുക്കൊരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ടും എല്ലാം തന്നെ അത്തരം വെല്ലുവിളികളെയും മറ്റുമെല്ലാം ഒരു ആരൂപത്തിൽ ഗൗരവതരമായി പരിഗണിക്കേണ്ടതില്ല എന്ന വീക്ഷണം തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് സമുദായത്തിലുള്ള ഒരുപാട് സഹോദരങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വെല്ലുവിളി ഏറ്റെടുത്തത്. ഞാൻ സൂചിപ്പിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഒരു സംഭവം അവന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി തന്നെ അള്ളാഹുവിൽ നിന്നുണ്ടായി വന്നു എന്ന് മനസ്സിലാക്കാവുന്ന തരത്തിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയാൻ വേണ്ടിയാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരൊറ്റ ആയത്ത്, ആ ആയത്തിന്റെ ഔചല്യം ഇന്ന് കേരളത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു ആയത്തായി മാറി. നിങ്ങൾ ആയത്തിന്റെ ഒരു വലിപ്പം നോക്കുക, നിങ്ങൾ അതിന്റെ സാഹിത്യം നോക്കുക, നിങ്ങൾ അതിലെ ഉപമാലങ്കാരം നോക്കുക, നിങ്ങൾ അതിന്റെ ശാസ്ത്രം നോക്കുക. നിങ്ങൾ ഇതിന്റെ ശാസ്ത്രം മാത്രമാണ് നമ്മൾ അവിടെ, അദ്ദേഹം ആവശ്യപ്പെട്ട ശാസ്ത്രമാണല്ലോ, അതുകൊണ്ട് സയൻസ് മാത്രമാണ് നമ്മൾ അവിടെ പറഞ്ഞത്. പക്ഷേ
അതിന്റെ ഉപമാലങ്കാര സാഹിതി അത്യുജ്വലമാണ്. അത് ഇതിനേക്കാളും ഭയങ്കരമാണ് സത്യത്തിൽ. അതിലെ പദങ്ങളുടെ തെരഞ്ഞെടുപ്പ് അതെല്ലാം അത്ഭുതകരമാണ്. ഇത് അതിലെ മാത്രമല്ല, എല്ലാ ഖുർആനിലെ ഉപമാലങ്കാരങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ കാണുക, ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പറഞ്ഞല്ലോ, നേരത്തെ പ്രസംഗിച്ചപ്പോൾ ഉസ്താദ് സൂചിപ്പിച്ചല്ലോ, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സ്വാദിഖീൻ. ഈ നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്ത ഈ ഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവൻ ആളുകളും നിങ്ങൾക്ക് സഹായികളായിട്ട് ലഭിക്കാനുള്ള ആളുകളെയും എല്ലാം വിളിച്ച് നിങ്ങൾ ഒന്നിച്ച് അതിലൊരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത് അതാണ്. ഇതാണ് ഖുർആന്റെ വെല്ലുവിളി. ഈ ഖുർആന്റെ വെല്ലുവിളി നടന്നിട്ട് 14 നൂറ്റാണ്ടായി. ആ വെല്ലുവിളിക്ക് സൂറത്തുൽ കൗസർ അതിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ ഇതേവരെ സിദ്ധവൈഭവമുള്ള ബുദ്ധികൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇതേവരെ അറബി ഭാഷയിൽ അതീവ സമർത്ഥരായ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പുതിയ കാലഘട്ടത്തിൽ ചെറുതായി കളിയാക്കാനല്ലാതെ, അതിനെക്കുറിച്ച് പരിഹസിക്കാനല്ലാതെ അതിന് ആ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിന്റെ സാഹിത്യപരമായ ഔന്നത്യമാണത്. ഞാൻ പറഞ്ഞത് ഈ വാക്യങ്ങളിലെ സാഹിത്യപരമായ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ, ഒന്നാമതായി നാസ്തികരുടെ കയ്യിൽ ശാസ്ത്രമില്ലെന്നും അവർ ശാസ്ത്രവിരുദ്ധരാണ് എന്നുമുള്ള സത്യം നമുക്കും കേരളത്തിനും ബോധ്യപ്പെട്ടു. രണ്ടാമതായി പരിശുദ്ധ ഖുർആനിന്റെ ഔജ്ജല്യം അത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഖുർആനിൽ ഒരൊറ്റ വചനം, അതിന്റെ വലിപ്പം, അതിന്റെ ആഴം, അതിനെ പ്രതിരോധിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവര് മുന്നിൽ കിടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ മുന്നിൽ ഇവര് മാത്രമൊന്നുമല്ല. എവിടൊക്കെയാണ് ഇലിയാട്, എവിടെങ്കിലും ഒന്ന് ഇരുട്ടും സമുദ്രം കിട്ടിയാൽ മതി. ഇപ്പൊ ഇരുട്ടും സമുദ്രം എവിടെയൊക്കെ ലോകത്ത് ഏതൊക്കെ ഗ്രന്ഥത്തിലുണ്ടോ അതെല്ലാം തെരഞ്ഞ് കണ്ടുപിടിച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കണം. പക്ഷെ ഖുർആനിന്റെ പ്രകാശത്തിന് മുന്നിൽ അതെല്ലാം കരിഞ്ഞ് ചാമ്പലാകും. ഇതാണ് ഖുർആന്റെ ഉജ്ജ്വലത ഇന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിച്ചു. മൂന്നാമതായി, സർവശക്തൻ ദീനിനു വേണ്ടി നമ്മൾ നിലനിന്നാൽ, ഖുർആനിന് വേണ്ടി നിലനിന്നാൽ, അള്ളാഹുവിന് വേണ്ടി നിലനിന്നാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നിലനിന്നാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും എന്ന വലിയ പാഠം നമ്മൾ പഠിച്ചു. ആ സഹായമാണ് നമ്മൾ കണ്ടത്, നമ്മുടെ ആരുടെയും കഴിവല്ല. ഇത് ഏറ്റെടുത്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ വ്യത്യസ്തങ്ങളായ മുസ്ലിം സംഘടനകളിലെ പണ്ഡിതന്മാർ പറഞ്ഞു ഒരത്യാവശ്യമുള്ള പണിയായിരുന്നു അത്. വ്യക്തിപരമായി തന്നെ എന്നെ സഹായിച്ചു, വിളിച്ചു പറഞ്ഞു. അതിന് സംഘടനാപരമായ ഭേദങ്ങളൊന്നും ആർക്കും തർക്കമില്ല. ഇന്ന് നിങ്ങൾ നോക്കുക, ഇതിനെതിരെ പൊതുവെ വരുന്ന പ്രതികരണങ്ങൾക്ക് ഓൺലൈനിലൂടെ, ചില ദിവസങ്ങളിൽ നടത്തുന്ന ഓൺലൈൻ പ്രോഗ്രാമുകളിലൂടെ അല്ലാതെ ഉള്ള മറുപടി നമ്മൾ പറയാറില്ല. ഇതിനുള്ള മറുപടി ആരാ പറയണത്? കേരളത്തിലെ വ്യത്യസ്തങ്ങളായ മുസ്ലിം സംഘടനകളിൽപ്പെട്ട പണ്ഡിതന്മാർ, എഴുത്തുകാർ, ബുദ്ധിജീവികൾ, അവരാ പറയണത്. അവർക്ക് സംഘടനാ വ്യത്യാസം പ്രശ്നമല്ല. ചില പണ്ഡിതന്മാർ സംഘടനാ ഭേദത്തിന്റെ പേരിൽ ഈ വിഷയത്തിൽ ഒന്ന് ഭേദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോ അവർക്കെതിരെ സംസാരിച്ചതാരാണ്? ഇന്നലെ വരെ അവരുടെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന പണ്ഡിതന്മാർ. എന്താ കാരണം? അള്ളാഹുവിന്റെ വലിയ സഹായം. ദീനിനു വേണ്ടി, പരിശുദ്ധ ഖുർആനിനു വേണ്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ആ പ്രവാചകൻ അപഹസിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോ, പരിശുദ്ധ ഖുർആനിനെ വൃത്തികെട്ടതായി അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോ, ഇസ്ലാമിനെ ഭീകരമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോ, അതിനു വേണ്ടി ഒരേ മനസ്സോടുകൂടി ഒരു ഉമ്മത്ത് നിന്നാൽ അള്ളാഹുവിന്റെ സഹായം പെയ്തിറങ്ങുമെന്നത് നമ്മൾ കാണുന്നതാണ്. ഈ ഇത്തരം സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പണ്ഡിതന്മാർ സഹായിച്ചെന്ന് മാത്രമല്ല, ഒരുപാട് പാരന്റ്സ്
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ സജീവരായ വിദ്യാർത്ഥികൾ ഇന്നലകളിൽ ഇസ്ലാമിക സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നവർ, ക്ലാസുകൾക്ക് പോയിരുന്നവർ, അവർ ഇന്നിങ്ങനെ ഓരോ പുതിയ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇതിനൊന്നും സന്നദ്ധമല്ലാത്ത രൂപത്തിൽ. എന്താ കാരണം? ഇത്തരം പ്രഭാഷണങ്ങൾ കേട്ടു, ഇത്തരം ഫിത്നകൾ കേട്ടു, ഇതിന് മറുപടി നൽകാൻ കഴിയണില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ മക്കളുടെ ഹിദായത്തിന് നിമിത്തമാകണമേ ഈ സംവാദം. അല്ലെങ്കിൽ ആ മക്കളെ പിഴപ്പിച്ച ആളുകളെ സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്തുവാൻ ഈ സംവാദം നിമിത്തമാകണമെന്ന് അവർ പ്രാർത്ഥിച്ചു. അത് സംഘടനാ വ്യത്യാസം ഉണ്ടായില്ല. അല്ലെങ്കിൽ സംഘടനാ വ്യത്യാസങ്ങൾ സ്വാഭാവികമായും ആദർശ പ്രബോധന രംഗത്തെ വ്യത്യസ്തങ്ങളായ കൂട്ടായ്മകൾ എല്ലാം ഉണ്ടാവുക സ്വാഭാവികം. പക്ഷേ റസൂല് നമ്മളുടേതൊന്നാണ്, പരിശുദ്ധ ഖുർആൻ ഒന്നാണ്, നമ്മൾ ആരാധിക്കുന്ന അല്ലാഹു അവൻ ഏകനാണ്. നമ്മൾ മരണാനന്തര ജീവിതത്തിലെ രക്ഷയുടെ കാര്യം, ആ രക്ഷയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് എല്ലാവരും. ആ രക്ഷയ്ക്ക് ഇന്ന കാര്യം ശരിയാകുമോ ഇന്ന കാര്യം ശരിയാവില്ല എന്നുള്ള വിഷയത്തിലാണ് നമ്മുടെ തർക്കം. ഖുർആനിൽ പറഞ്ഞ ഇന്ന വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അത് ഈ ആശയമാണോ ആശയമാണോ എന്നുള്ളതാണ് ചിലപ്പോൾ തർക്കം. ആ തർക്കങ്ങളെല്ലാം നിലനിൽക്കുകയും വേണം. ആ രംഗത്തുള്ള തർക്കങ്ങൾക്ക് ചർച്ചകൾ നടക്കണം, പണ്ഡിതോചിതമായ ആ രൂപത്തിലുള്ള സംവാദങ്ങൾ നടക്കുകയും വേണം. പക്ഷേ പരലോകത്തെ തന്നെ നിഷേധിക്കപ്പെടുമ്പോൾ, നമ്മളെല്ലാം സ്വന്തത്തെക്കാൾ അധികം സ്നേഹിക്കുന്ന നമ്മുടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപഹസിക്കപ്പെടുമ്പോ, നമ്മളെല്ലാം നാളെ ഖബറിൽ വെച്ച് നമ്മുടെ ഇമാമാണ് എന്ന് പറയേണ്ട പരിശുദ്ധ ഖുർആൻ നിരശംസിക്കപ്പെടുമ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങൾ നടക്കുമ്പോ, അതിനെതിരെ എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായി നമ്മുടെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ ഒന്നിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങൾ ഒന്നിക്കുക? അവിടെ ഒന്നിച്ചപ്പോൾ അല്ലാഹുവിന്റെ സഹായവുമുണ്ട്. ഈ സഹായമാണ് നമ്മൾ നിലനിർത്താൻ ശ്രമിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഈ മഹത്തായ സഹായം എല്ലാ രംഗത്തും മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളുണ്ട്. നമുക്കറിയാം, രാഷ്ട്രീയമായ പ്രതിസന്ധികൾ, സാമൂഹികമായ പ്രതിസന്ധികൾ, ആദർശപരമായ ഇത്തരം പ്രതിസന്ധികൾ. അവിടെയെല്ലാം സർവശക്തനായ തമ്പുരാന്റെ സഹായം കടന്നു വരും, നമ്മൾ ഈ രൂപത്തിൽ ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിക്കാൻ സന്നദ്ധമാകുമെങ്കിൽ. കാരണം ചരിത്രം അങ്ങനെയാ പഠിപ്പിക്കണത്. ഞാൻ ചരിത്രം കൂടുതൽ പറയല്ല, ഒരൊറ്റ സംഗതി ഞാൻ പറയട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ പണ്ഡിതന്മാർക്കറിയും, ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിം ചരിത്രകാരന്മാർ പറയാൻ പേടിക്കുന്ന കുറച്ച് കാലമുണ്ട്. ആ കാലം താർത്താരികളുടെ ആക്രമണത്തിന്റെ കാലമാണ്. ക്രിസ്താബ്ദം 1200-കളിൽ 1300-കളിൽ നടന്ന താർത്താരികളുടെ ആക്രമണം, ചെങ്കിസ് ഖാന്റെ പടയോട്ടത്തിന് ശേഷം നടന്ന താർത്താരികളുടെ ആക്രമണം, മുസ്ലിം ലോകം അമ്പരന്ന് നിൽക്കായിരുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യരാ കൊല്ലപ്പെട്ടത്, ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടത്. മുസ്ലിം നാടുകളിൽ ശവങ്ങൾ കുന്നുകൂടുകയായിരുന്നു, മയ്യത്തുകൾ കുന്നുകൂടുകയായിരുന്നു എന്ന് എഴുതുന്നത് പാശ്ചാത്യ എഴുത്തുകാരാണ്. നദികൾ ചുവന്നു പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രഗത്ഭ ചരിത്രകാരൻ ഇബ്നു അത്തീർ എഴുതുന്നത്, എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ ഈ സംഭവങ്ങൾ വിവരിക്കാൻ എനിക്ക് കഴിയില്ല, അത്രയുമാണ്. താർത്താരികൾ സംഹാര താണ്ഡവമാടിക്കൊണ്ട് മുസ്ലിം ലോകത്ത് കടന്നു വന്നപ്പോ, മുസ്ലിം ഭരണാധികാരികൾക്ക് പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായപ്പോ, അവിടെ ആലിമീങ്ങൾ അല്ലാഹുവിന്റെ അടുത്തേക്ക് കൈകൾ നീട്ടി. അവരുടെ കൈകളിൽ വാളുണ്ടായിരുന്നില്ല, അവരുടെ കൈകളിൽ പ്രതിരോധിക്കാൻ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം ആ രൂപത്തിലുള്ള ശക്തിയായിരുന്നു അവർ. ആ സന്ദർഭത്തിൽ എങ്ങനെയാ മാറ്റം ഉണ്ടായത്?
മാറ്റമുണ്ടായത് ഈ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കടന്നു വന്ന താർത്താരികളിൽ തന്നെ ചിലർ മുസ്ലിങ്ങളായി മാറി. പ്രബോധകരുടെ പ്രവർത്തനത്താൽ ആ താർത്താരി രാജാക്കന്മാർ തന്നെ മുസ്ലിങ്ങളായി മാറി. അവർ തന്നെ ഇസ്ലാമിനെതിരെ നിന്ന് താർത്താരികളെ പ്രതിരോധിക്കുന്ന അവസ്ഥയുണ്ടായി. ഇസ്ലാമിക ചരിത്രം അതിനെല്ലാം സാക്ഷികളാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ വാഹകരായി നമ്മൾ നിലനിൽക്കുക. എന്റെ യുവാക്കളോട് പറയാനുള്ളത് അതാണ്. നമ്മൾ ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല. ഒരാദർശത്തിന്റെ മുന്നിലും നമ്മൾ നെഞ്ചു വിരിച്ചു കൊണ്ടുപോകുകയല്ലാതെ ആ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ആദർശത്തെ സംരക്ഷിക്കാമെന്നത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. യുരീദൂന ലിയുത്ഫിഉ അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബ അല്ലാഹു ഇല്ലാ യത്തിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സൂറത്ത് തൗബയിലെ വചനങ്ങളാണ്. അള്ളാഹു പറയുന്നത് അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കാതിരിക്കില്ല. അവനാണ് സത്യമതവും സന്മാർഗ ദർശനവും കൊണ്ട് പ്രവാചകനെ പറഞ്ഞയച്ചത്. ആ സത്യമതത്തിന്റെ സവിശേഷത സകല മതങ്ങളെയും അതിജയിക്കുന്നതാണ്, സകല ദർശനങ്ങളെയും സകല പ്രത്യയ ശാസ്ത്രങ്ങളെയും അതിജയിക്കുന്നതാണ് അത് എന്നതാണ്. സത്യനിഷേധികളും മുശ്രിക്കുകളും എത്ര തന്നെ വെറുത്താലും ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത് അല്ലാഹുവിന്റെ പ്രകാശമാണ്. നാം സന്നദ്ധരാണോ എന്നാണ് ചോദ്യം. ഈ പ്രകാശം കൈകളിലേന്താൻ, ഈ പ്രകാശം കൈകളിലേന്തിയാൽ എത്ര വലിയ ബുദ്ധിജീവികളാണെങ്കിലും നമ്മുടെ മുന്നിലുള്ളതെങ്കിലും അവർ പഞ്ചപുച്ഛമടക്കുമെന്നതിന് തെളിവാണ് ജനുവരി 9-ാം തീയതി. അതിന് തെളിവാണ് പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂറിലെ 40-ാമത്തെ വചനം. ഇതേപോലെയുള്ള വചനങ്ങളെല്ലാം ഓരോ വചനങ്ങളും ഇതേപോലെ വിശദീകരിച്ചാൽ ഓരോ വചനങ്ങൾക്ക് മുന്നിലും എത്ര വലിയ സിദ്ധവൈഭവമുള്ള ബുദ്ധികളാണെങ്കിലും തീർച്ചയായും തലകുനിച്ച് നിൽക്കേണ്ടി വരും, നമ്രശിരസ്കരാകേണ്ടി വരും. ഇതാണ് ചരിത്രം, ഇതാണ് വസ്തുത. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ കൈകളിലേന്തി സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിശുദ്ധമായ ജീവിതം, ഒരാൾക്കും ഒരു പുഴുക്കുത്തു പോലും സൂചിപ്പിക്കുവാൻ സാധ്യമല്ലാത്ത അതിപരിശുദ്ധമായ ജീവിതം, മാനവികതക്ക് ലോകത്തിന്റെ മുന്നിലുള്ള മാതൃക. ആ പ്രവാചകന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ശരി, ഒരു സംശയവും വേണ്ട. അത് തെറ്റാണെന്ന് സമർത്ഥിക്കുവാൻ, വസ്തുനിഷ്ഠമായി സമർത്ഥിക്കുവാൻ കഴിയുന്നവരൊന്നും ലോകത്തിന്നെ വരെ ജീവിച്ചിരുന്നിട്ടില്ല. കാരണം അത് സമർത്ഥിച്ചാൽ അത് ഉടനെ തന്നെ അതിന് മറുപടി ലഭിച്ചിട്ടുണ്ട് മുസ്ലിം ലോകത്തിൽ നിന്ന്. നമ്മൾ പറയുന്നതാണ്. പ്രവാചകനെ കുറിച്ച് വസ്തുനിഷ്ഠമായി വിമർശിക്കട്ടെ, ആ വിമർശനത്തിന് നമ്മൾ മറുപടി പറയാം. ആ മറുപടി കൂടി കേട്ടിട്ട് തീരുമാനിക്കട്ടെ പ്രവാചകൻ അഭിശംസിക്കപ്പെടേണ്ടവനാണോ അതല്ല ആദരിക്കപ്പെടേണ്ടവനാണോ എന്ന്. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമായി സമൂഹത്തിലേക്ക് ഇറങ്ങുക. ആ സമൂഹത്തിന് ആ വെളിച്ചം കാണിച്ചു കൊടുക്കുക. ഒരിക്കലും നിങ്ങൾക്ക് ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല, ഉറപ്പ്. എന്തുകൊണ്ടെന്നാൽ ഇത് പടച്ചവൻ സംരക്ഷിക്കാമെന്ന് ഏറ്റിട്ടുള്ള ആദർശമാണ്. ആ ആദർശം നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ വെക്കുക എന്ന ദൗത്യം മാത്രമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അതിന് സന്നദ്ധമാവുക. ഇത്തരം സംവാദങ്ങൾ നമുക്ക് പ്രചോദനമാക്കേണ്ടത്. അതിനുള്ള സന്നദ്ധതക്കാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.